Hi guys, welcome back to my channel. വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് തന്നെ തുടങ്ങാം. 2025 വന്നപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി കൊളാബറേഷൻസ് കിട്ടാൻ നല്ല പാടാണ്. ക്രിയേറ്റേഴ്സ് ഒക്കെ സ്റ്റക്കാണ്, ബിക്കോസ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൊളാബറേഷൻസ് കിട്ടുന്നില്ല. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കൊളാബിന്റെ നമ്പറും ഈ വർഷത്തെ നമ്പറോടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കൊളാബ് കിട്ടുന്നത് ഇടിഞ്ഞു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡ് തകർന്നു. ബ്രാൻഡ്സ് ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഡിസ്കഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ വെൽക്കം, അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇഫ് യു ആർ എ ക്രിയേറ്റർ ഓൺ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആക്ച്വലി ഇത് ബെറ്റർ ആയിട്ടുള്ളൂ. ഇഫ് യു ആർ എ ക്രിയേറ്റർ ആൻഡ് ഇഫ് യു ആർ റിയലി പാഷനറ്റ് അബൌട്ട് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്, ദിസ് ഈസ് യുവർ ടൈം. ഐ വിൽ എക്സ്പ്ലെയിൻ. 2025 മുമ്പേക്ക് വരുമ്പോൾ 2024 ഇത് ചെറുതായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലേക്ക് വന്നാൽ ഈ കൊളാബറേഷൻസ്, ബ്രാൻഡ് ഡീൽസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആണ്. നിങ്ങൾ 2-3 വർഷം മുമ്പ് ഞാൻ എങ്ങനെയാണ് കൊളാബ് കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനിട്ട വീഡിയോസ് തന്നെ നോക്കിയാൽ ഞാൻ ഒരുപാട് മാർക്കറ്റിംഗ് ഏജൻസീസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവരൊക്കെയായിരുന്നു നമ്മുടെ കൊളാബറേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് ഇവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പൈസ വാങ്ങിയിട്ട് നമ്മൾ 50 ക്രിയേറ്റേഴ്സിനെ കൊണ്ട് കൊളാബ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഞങ്ങൾ 100 ക്രിയേറ്റേഴ്സിനെ കൊണ്ട് കൊളാബ് ചെയ്യിച്ചു. അവർക്ക് നമ്പർ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ നമ്പർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ക്രിയേറ്റേഴ്സ് ആണോ കുറച്ച് പൈസ വാങ്ങിക്കുന്നത്, ഏതൊക്കെ ക്രിയേറ്റേഴ്സ് ആണോ ഫ്രീ ആയിട്ട് പ്രോഡക്ട്സ് കൊടുത്താൽ വീഡിയോ ഇടുന്നത്, അങ്ങനെയുള്ളവരെയായിരുന്നു ഇവർ ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. 2025 വന്നപ്പോഴത്തേക്ക് ഈ കാര്യം ഫുള്ള് മാറി. ബിക്കോസ് എല്ലാ ബ്രാൻഡ്സിലും, അതൊരു സ്മോൾ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇവരിപ്പോൾ ഹാൻഡ് പിക്ക് ചെയ്താണ് ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. വലിയ ബ്രാൻഡ്സിനെല്ലാം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഇൻസൈഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ടീമുണ്ട്. ഭയങ്കര കെയർഫുൾ ആയിട്ട് മാത്രമേ ക്രിയേറ്റേഴ്സിനെ ചൂസ് ചെയ്തുള്ളൂ. ഇത് എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് നല്ലതാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2024 ഇതിനു മുമ്പുള്ള വർഷങ്ങളിലേക്ക് വന്നാൽ ആസ് ആൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ബ്രാൻഡ് നിങ്ങൾക്ക് നേരിട്ട് തരുന്ന പൈസയല്ലായിരുന്നു. ബ്രാൻഡ് നിങ്ങളുടെ ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് 6K ആണെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഏജൻസീസ് അതിലെ 3/4 ഭാഗം എടുത്തിട്ട് അതിലെ ചെറിയൊരു എമൗണ്ട് തന്ന് നിങ്ങളെ പറ്റിക്കായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ സിനാരിയോ ഫുള്ള് മാറി. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരുപാട് കൊളാബ് കിട്ടുന്നില്ലെങ്കിൽ ഡോണ്ട് ബി സാഡ്, ഡോണ്ട് ബി ഡിസ്കറേജ്. യു ഗെറ്റ് ഇറ്റ്, യു ആർ ഗോണ ബി വെൽ പെയ്ഡ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ത്രൂ ആയിട്ട് നമ്മൾ കൊളാബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പേയ്മെന്റ് 75% അവരെടുത്തിട്ട് 20% ആയിരിക്കും നമ്മളെ തരുന്നത്. ഇനി അതും തരാൻ മടിയായിട്ട് നമുക്കുള്ള ഫ്രീ പ്രോഡക്റ്റ് എന്നിട്ടായിരിക്കും നമ്മളെ കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. നൗ വി ആർ ഗെറ്റിംഗ് ഫുള്ളി പെയ്ഡ് ഗൈസ്. നമ്മുടെ എഫേർട്ടിനുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആൻഡ് യു ആർ ഡയറക്ട്ലി വർക്കിംഗ് വിത്ത് ദ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് ഫോർ യു ബിക്കോസ് യു ആർ നോട്ട് ജസ്റ്റ് ലിങ്ക് ത്രൂ ആൻ ഏജൻസി. യു ആർ ഡയറക്ട്ലി ടോക്കിംഗ് ടു ദ പീപ്പിൾ ഹു ആർ ചാർജ് ഓഫ് ബ്രാൻഡ്. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഷോ ചെയ്യാനുള്ള സമയമുണ്ട് ഗൈസ്. തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ എത്ര വട്ടം നമ്മൾ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാകും. ഓക്കെ, ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആവും, ആൾക്കാരുടെ എൻഗേജ്മെന്റ് കൂടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് ബിക്കോസ് വി ആർ ദ പീപ്പിൾ ഹു ആർ ക്രിയേറ്റേഴ്സ്. നമ്മൾ ക്രിയേറ്റേഴ്സ് ആണ്, നമുക്കറിയാം വാട്ട് വർക്ക്സ് വെൽ ഫോർ അവർ ഓഡിയൻസ്. സോ നമ്മൾ ഐഡിയാസ് കൊടുക്കും. സോ മാർക്കറ്റിംഗ് ഏജൻസീസും ആപ്ലിക്കേഷൻസും എന്ത് പറയും, നോ, അവർക്ക് മറ്റേ യൂണിഫോം തയ്ച്ചിട്ടിട്ട് എല്ലാവരെയും നിരത്ത് നിർത്തത്തില്ലേ, അതേപോലെ തന്നെ അവരൊരു സ്ക്രിപ്റ്റ് തരും. ആ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് വെള്ള ഡ്രസ് ഇട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം മറ്റേ കോപ്പി പേസ്റ്റ് അടിച്ചതുപോലെ അവർ തരുന്ന പ്രോഡക്റ്റിന്റെ ഒരു 10-100 വീഡിയോയിൽ അവർക്ക് സമാധാനം. അവർക്ക് ആ നമ്പർ മാത്രം തികച്ചാൽ മതി. അവർക്ക് അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യണം, ബ്രാൻഡ് വളരണം, അങ്ങനെയുള്ള യാതൊരു ഇൻട്രസ്റ്റും അവർക്കില്ല. ലാബിന്റെ വീഡിയോ ഇട്ടിട്ടാണ് എന്റെ അക്കൗണ്ടിന് റീച്ച് പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ് പ്രൊമോഷൻ വീഡിയോസ് വന്നാൽ ആരാണ് കാണുന്നത്? ആഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരാണ് ഗൈസ് കാണുന്നത്? നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്പേസ് ബ്രാൻഡ്സ് നമുക്ക് തരുന്നുണ്ട്. സോ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ബ്രാൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് കാണാതെ പഠിച്ചു പറയൂ എന്നല്ല പറയുന്നത്. ബ്രാൻഡ് ആക്ച്വലി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഹൗ യു ആർ ഗോണ പ്രസന്റ് ഇറ്റ്, ഹൗ യു ആർ ഗോണ പ്രൊമോട്ട് ഇറ്റ്. ബ്രാൻഡ് നേരിട്ടാണ് കൊളാബ് തരുന്നതെന്നെല്ലാം പറഞ്ഞു. എല്ലാ ബ്രാൻഡിനും ഇൻസൈഡ് ടീമുണ്ട്, അവരാണ് സെലക്ട് ചെയ്യുന്നത്, ഹാൻഡ് പിക്ക് ആണ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു. ഇനി ഹൗ, എങ്ങനെ ബ്രാൻഡിനെ കൊണ്ട് എങ്ങനെ നിങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്യിച്ചെടുക്കും, അതാണ് ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്പർ 1, ബി എ വീഡിയോ ക്രിയേറ്റർ. ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ കാലിയായിട്ടുള്ള ഒരു അക്കൗണ്ടിൽ 2-3 ഫോട്ടോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ബ്രാൻഡ് കൊളാബറേഷൻ കിട്ടാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നോ, യു ആർ നെവർ ഗോണ ഗെറ്റ് ഇറ്റ്. അക്കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്തിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരണം. ജോലിക്ക് ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ആ കമ്പനിക്ക് എങ്ങനെ അറിയാം നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണോ അല്ലയോ എന്ന്? നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം കാണിച്ചിട്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറയത്തില്ല, റെസ്യൂമെ നിങ്ങൾ പ്രസന്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ റെസ്യൂമെയാണ്. ഒരു ബ്രാൻഡ് വന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണുന്ന സമയത്ത് ആ ബ്രാൻഡിന് തോന്നും ഷീ ഓർ ഹീ അടിപൊളി,
നല്ല വീഡിയോ ക്രിയേഷൻ സ്കില്ലുള്ളവരാണ്, ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താണോ പുറത്തേക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫുള്ളി ഷോക്കേസ് ചെയ്യുക. സോ ബി എ വീഡിയോ ക്രിയേറ്റർ, സ്റ്റാർട്ട് പോസ്റ്റിംഗ് ടുഡേ. ഇപ്പോൾ പോസ്റ്റ് ഗൈസ്, പോസ്റ്റ് ഇറ്റ്, ജസ്റ്റ് പോസ്റ്റ് ഇറ്റ്. സോ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വർക്ക് ഓൺ യുവർ പ്രസന്റേഷൻ സ്കിൽ. ആദ്യം പ്രസന്റേഷൻ സ്കിൽസിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഷോക്കേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബ്രാൻഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ക്യാമറ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഈ മൈക്ക് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലാണ്ട് ഇത് പ്രസന്റ് ചെയ്യാം. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഈ മൈക്ക് വാങ്ങിക്കാൻ തോന്നില്ല. എന്റെ കോൺഫിഡൻസ് ആണ് നിങ്ങളെ ഈ വീഡിയോയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. സോ കോൺഫിഡൻസ്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ വോയിസ് മോഡുലേഷൻ, ഹൗ യു ടോക്ക്. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ മുഖവും, ഇത് രണ്ടും, മുഖം കാണാൻ നല്ല ഭംഗി ഉണ്ടാവണോ, സൗണ്ട് നല്ല ഭംഗി ഉണ്ടാവണോ നല്ല കേസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺഫിഡൻസ്. സോ എവിടെ നിന്നാണ് ഈ വീഡിയോ പ്രസന്റേഷൻ സ്കിൽസ് വരിക? പ്രാക്ടീസ് ഗൈസ്, പ്രാക്ടീസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ എടുത്തപ്പോൾ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന്? ഇത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിനൊക്കെ ഒരു ഒഴുക്കുള്ളത് പോലെ തന്നെ പണ്ട് ഞാൻ സംസാരിക്കുന്നതിന് ഒഴുക്കുണ്ടായിരുന്നുണ്ടോ? നെവർ ഗൈസ്, നെവർ എവർ. ജസ്റ്റ് ദോശ ചുടുന്ന സമയത്ത് ആദ്യം തന്നെ ദോശ നല്ല റൗണ്ട് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമില്ല. പക്ഷെ പോകെ പോകെ ചെയ്ത് നല്ല ദോശ നല്ല ഭംഗിയായിട്ട് വരുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്യാമറ അക്കൗണ്ട് ചെയ്ത് ക്യാമറയിൽ നോക്കി കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങാം. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ വർക്ക് ഓൺ യുവർ എഡിറ്റിംഗ് സ്കിൽസ്. ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി ഫാൻസി ഫോണൊന്നും വേണ്ട. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് OnePlus നിന്നാണ്. ഇതിനെ ഭയങ്കര അടിപൊളി ക്ലാരിറ്റി ഉള്ള ഒരു ഫോണൊന്നല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ ക്ലാരിറ്റി. ബട്ട് ഇത് മതി. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് ഫോൺ ഉണ്ടായിരിക്കണം. ഈ ബേസിക് ഫോണിൽ നമുക്ക് അത്യാവശ്യം എഡിറ്റിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ആദ്യം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഷോട്ടിലാണ്. സ്വന്തം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് ഇപ്പം ഞാൻ ബ്രാൻഡിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ആക്ച്വലി ക്യാപ്കട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. എഡിറ്ററെ എന്തായാലും ഹയർ ചെയ്യാനുള്ള പൈസ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സോ നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സ്കിൽസ് ഉണ്ടെന്ന് ബ്രാൻഡ്സിന് തോന്നണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഒപ്റ്റിമൈസ് യുവർ പ്രൊഫൈൽ. അതായത് നിങ്ങളുടെ നീഷ് എന്താണെന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ എന്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈലിൽ, എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കൊളാബറേഷൻ വീഡിയോസ് അല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കഴിച്ചു, എൻ്റെ ലൈഫാണ് എൻ്റെ കോണ്ടന്റ്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ നീഷ് ഉണ്ടായിരിക്കണം. അതെന്താണെങ്കിലും ഓക്കെയാണ്. ജിം ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ബി വെരി സ്പെസിഫിക്. ബിക്കോസ് ബ്രാൻഡ്സ് ആക്ച്വലി ഭയങ്കര സ്പെസിഫിക് ആണ്. നിങ്ങളൊരു ബ്രാൻഡിനെ എടുത്തു നോക്കിയാൽ ഫുഡ് സെല്ല് ചെയ്യുന്ന, മേക്കപ്പ് സെല്ല് ചെയ്യുന്ന, സ്കിൻ കെയർ സെല്ല് ചെയ്യുന്ന, ജിം എക്യുപ്മെന്റ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുക? നോ. എല്ലാ ബ്രാൻഡ്സും സ്പെസിഫിക് ആണ്. അവരെന്താണ് കൊടുക്കാൻ പോകുന്നത്, അവരെന്താണ് ഓഫർ ചെയ്യുന്നത്, അവർ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പൊ അവരും അതേപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമേ ഹയർ ചെയ്യത്തുള്ളൂ. മേക്കപ്പ് പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അവർ കൊളാബിന് വേണ്ടി നോക്കുമ്പോഴത്തേക്കും മേക്കപ്പ്, സ്കിൻ കെയർ, ലൈഫ് സ്റ്റൈൽ, ഈ 3 കാറ്റഗറികളുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമേ ഹയർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എത്ര റീച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊരു ഫുഡ് ബ്ലോഗറിനെ ഹയർ ചെയ്യില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത, അധികം വ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും കൊളാബ് കിട്ടുന്നുണ്ടാവും. ആ കൊളാബ് കിട്ടുന്നതിന്റെ കാര്യം അവരവരുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. കറക്റ്റായിട്ട് ബ്രാൻഡ്സ് ഹാഷ്ടാഗ് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവരിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിന് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കൊളാബ് കിട്ടുന്നുണ്ട്. ബി വെരി സ്പെസിഫിക് അബൌട്ട് വാട്ട് യു ഓഫർ. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് തരത്തിലുള്ള കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ബ്രാൻഡ്സ് നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ അടുത്ത് എത്തിക്കോളും. ജസ്റ്റ് ലൈക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സംഭവിക്കുന്ന പോലെ. ഞാൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 2 years ആയിട്ട് ഞാൻ ഒരു ബ്രാൻഡിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല. എനിക്ക് കൊളാബ് തരാമെന്ന് വെച്ചാൽ ഞാൻ ആരെ അപ്രോച്ച് ചെയ്യുന്നത്, ഞാൻ അപ്രോച്ച് ചെയ്യേണ്ട വന്നിട്ടില്ല. എനിക്ക് വരുന്നതിൽ നിന്ന് ഞാൻ സെലക്റ്റീവായിട്ട് ഓക്കെ ഇത് എൻ്റെ വാല്യൂസിന് പറ്റിയതല്ല, സോ ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ എനിക്കിത് സമയമില്ല, ഇല്ലെങ്കിൽ ഈ പേയ്മെന്റ് ഭയങ്കര ഡിലേ ആണ്, 90 ദിവസം ഡിലേ ആണ്, എനിക്ക് എൻ്റെ പുറകെ നടക്കാൻ സമയമില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിയതല്ലാണ്ട് ബാക്കി എല്ലാ കൊളാബറേഷനും എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. ബിക്കോസ് നിങ്ങളെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ബ്രാൻഡിനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാനുള്ള അവസ്ഥയിൽ പാകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. സോ യു ക്യാൻ ആക്ച്വലി ടെക്സ്റ്റ് ദ ബ്രാൻഡ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മെയിലായിട്ടോ അവരെ അപ്രോച്ച് ചെയ്തിട്ട് ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ, ഐ എം ഫ്രം ദിസ് ഏരിയ, സോ ഐ വുഡ് ലൈക്ക് ടു ഡു എ കൊളാബറേഷൻ വിത്ത് യു, പാർട്ട്ണർഷിപ്പ് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രാൻഡുമായിട്ട് സംസാരിക്കാം. ബ്രാൻഡിന്റെ റെപ്രസെന്റേറ്റീവ് തന്നെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അവർ കൊളാബ് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിയിട്ട് കൊളാബ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് താല്പര്യം ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ അവരില്ല മുന്നേ ബൈ ബൈ എന്ന് പറയും. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can text me on Instagram or in the comment section. I will see you in the next video. Bye bye.